നമസ്കാരം. പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ നടുക്കി രാഷ്ട്രീയ കൊലപാതകം. ബി.ജെ.പി. നേതാവും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായിരുന്ന സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ബുധനാഴ്ച രാത്രി നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ മധ്യം ഗ്രാമിന് സമീപമുള്ള ദൊഹാരിയ മേഖലയിലാണ് സംഭവം. തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷം നീണ്ട ഭരണത്തിന് അന്ത്യം കുറിച്ച് ബി.ജെ.പി. ചരിത്ര വിജയം നേടിയതിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സുവേന്ദു അധികാരിയുടെ ഏറ്റവും വിശ്വസ്തനായ സഹായി കൊല്ലപ്പെട്ടതോടെ സംസ്ഥാനത്തെ ക്രമസമാധാന നില അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രി 10:30 സംഭവം നടന്നത്. ചന്ദ്രനാഥ് രഥ് തന്റെ ഔദ്യോഗിക വാഹനത്തിൽ ബരാസത്തിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ദൊഹാരിയിൽ വെച്ച് മോട്ടോർ സൈക്കിളിലെത്തിയ അക്രമി സംഘം കാർ തടഞ്ഞു നിർത്തുകയും വളരെ അടുത്തുനിന്ന് 3 റൗണ്ട് വെടിയുതിർക്കുകയുമായിരുന്നു. ഡ്രൈവർ സീറ്റിന് തൊട്ടടുത്തിരുന്ന ചന്ദ്രനാഥന് നേരെയാണ് അക്രമികൾ വെടിവെച്ചത്. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കൃത്യം നടത്തിയ ശേഷം ചന്ദ്രനാഥ് മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അക്രമികൾ മടങ്ങിയതെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് പോലീസ് വ്യക്തമാക്കി. സംഭവ സ്ഥലത്ത് തന്നെ ചന്ദ്രനാഥ് രഥ് കൊല്ലപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മുൻപ് ഇന്ത്യൻ വ്യോമസേനയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ചന്ദ്രനാഥ് രഥ് 2018 മുതൽ സുവേന്ദു അധികാരിയുടെ നിഴലായി കൂടെയുള്ള വ്യക്തിയായിരുന്നു. അധികാരി തൃണമൂൽ വിട്ട് ബി.ജെ.പിയിൽ ചേർന്നപ്പോഴും രഥ് അദ്ദേഹത്തോടൊപ്പം ഉറച്ചുനിന്നു. സംഭവം പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ ആരോപിച്ചിട്ടുണ്ട്. സുവേന്ദു അധികാരിയെയും മറ്റ് ബി.ജെ.പി. നേതാക്കളെയും നേരത്തെയും ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവിന്റെ അസിസ്റ്റന്റിനെ കൊല്ലുന്നതിലൂടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വ്യക്തമായ സന്ദേശം നൽകാനാണ് തൃണമൂൽ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൽ ഗവർണർ അടിയന്തരമായി ഇടപെടണമെന്നും ബി.ജെ.പി. ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ബി.ജെ.പിയുടെ ആരോപണങ്ങളെ തൃണമൂൽ കോൺഗ്രസ് നിഷേധിച്ചു. ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തെ അപലപിച്ച തൃണമൂൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ 3 തൃണമൂൽ പ്രവർത്തകർ ബി.ജെ.പി. അക്രമികളാൽ കൊല്ലപ്പെട്ടതായി ആരോപിക്കുകയായിരുന്നു. ഈ കൊലപാതകങ്ങളിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണം വേണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം പശ്ചിമബംഗാളിൽ പടരുന്ന രാഷ്ട്രീയ ആക്രമണങ്ങളെക്കുറിച്ച് DGP സിദ്ധനാഥ് ഗുപ്ത മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. മെയ് 4 മുതൽ സംസ്ഥാനത്ത് ഭീഷണിപ്പെടുത്തലുകളും ശാരീരിക ആക്രമണങ്ങളും വ്യാപകമായിട്ടുണ്ട്. ഇതുവരെ 200-ലധികം FIR-കൾ രജിസ്റ്റർ ചെയ്യുകയും 433 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ 1100 പേരെ കരുതൽ തടങ്കലിലായി മാറ്റിയിട്ടുണ്ട്. നാനൂർ, ന്യൂ ടൗൺ എന്നിവിടങ്ങളിലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് തെളിവെടുപ്പൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്ന്. പശ്ചിമബംഗാളിലെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാവാണ് സുവേന്ദു അധികാരി. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സഹായി തന്നെ കൊല്ലപ്പെട്ടത് സംസ്ഥാനത്തെ ബി.ജെ.പി. പ്രവർത്തകർക്കിടയിൽ വലിയ രോഷത്തിനും കാരണമായിട്ടുണ്ട്.